അങ്ങനെ അറ്റ്ലാസ്റ്റ് ഇവിടെയും മഞ്ഞ് വീണു. മഞ്ഞ് വീണ് കഴിഞ്ഞാൽ കഷ്ടപ്പാടാണെങ്കിലും നല്ല ഭംഗിയാണ് കാണാൻ. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് മഞ്ഞും തണുപ്പും എല്ലാം കുറവാണ്. അതുകൊണ്ട് രാത്രിയും മഞ്ഞ് വീഴുന്ന നിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി. മഞ്ഞായി കഴിയുമ്പോൾ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള ഏരിയയും പാത്വേയും നമ്മൾ തന്നെയാണ് ക്ലീൻ ചെയ്യേണ്ടത്. റോഡിലുള്ള മഞ്ഞ് മാത്രമേ ഗവൺമെന്റ് ക്ലിയർ ചെയ്യത്തുള്ളൂ. ഇന്നിനി രാത്രി മഞ്ഞ് വീഴാത്തോണ്ടാണ് രാത്രി 11 മണിയായപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ മഞ്ഞ് ക്ലിയർ ചെയ്യാൻ ഇറങ്ങിയത്. അല്ലെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് ഒരു കാര്യമില്ല, കാരണം അതിന്റെ മുകളിൽ വീണ്ടും വീണ്ടും മഞ്ഞ് വന്ന് ഫിൽ ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ കാർ ഇറങ്ങേണ്ട സ്ഥലത്തും അതേപോലെ മെയിൻ പാത്വേയിലും ഒക്കെ മഞ്ഞെല്ലാം കൂടെ ഒരു സൈഡിലേക്ക് കൂട്ടി. ഇതിപ്പോൾ ചെയ്തില്ലെങ്കിൽ പിറ്റേ ദിവസം ഓഫീസിൽ പോകുന്ന നേരം ഭയങ്കര പണിയായിരിക്കും. അങ്ങനെ ഒരുവിധം എല്ലാം ക്ലിയർ ചെയ്ത് സൈഡിലേക്ക് എല്ലാം മഞ്ഞും മാറ്റിയിട്ടു. മഞ്ഞ് ഒരുവിധം ഒന്ന് ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പാണ് ഉപ്പിടുന്നത്. ഇവിടെ ഒരുപാട് മഞ്ഞ് വീഴാത്തതുകൊണ്ട് തന്നെ ഉപ്പിട്ട് കഴിഞ്ഞാലും ചെറുതായിട്ട് മഞ്ഞ് വീണാലും അതങ്ങ് മെൽറ്റ് ആയിപ്പോക്കോളും. ഇപ്പൊ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് സ്റ്റെപ്പിലൊന്നും ഒട്ടും മഞ്ഞില്ലായിരുന്നു. ബട്ട് രാത്രിയിൽ ചെറുതായിട്ട് മഞ്ഞ് വീണുകൊണ്ട് കാറിന്റെ മുകളിലത്തെ മഞ്ഞെല്ലാം മാറ്റണമായിരുന്നു. ഇനി ഈ മഞ്ഞെല്ലാം കഴിയുന്നിടം വരെ ഇതിനി ഒരു സ്ഥിരം പരിപാടിയാണ്.